ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ RRB NDPC എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ എടുത്തേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ. ഞാൻ പറഞ്ഞതാണ് നെക്സ്റ്റ് വരുന്ന ദിവസം നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ഉള്ള കപ്പ് അല്ലെ, ട്രോഫീസ്, ടൂർണമെൻറ്റുകൾ അല്ലെ, ടൂർണമെൻറ്റുകളെ പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എന്താണ് കപ്പുകൾ, ടൂർണമെൻറ്റുകൾ എടുത്തുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കിയാലോ ഏതൊക്കെ ടൂർണമെൻറ്റുകളെ പറ്റിയാണ് കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കിയാലോടാ. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഇതാണ്: വിത്ത് വിച്ച് സ്പോർട്സ് ഈസ് ദി റോവേഴ്സ് കപ്പ് അസോസിയേറ്റഡ്? ഏത് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ട കപ്പാണ് റോവേഴ്സ് കപ്പ് എന്ന് പറയുന്നത്? സോ വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ വർഷവും നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൂർണമെൻ്റാണ് റോവേഴ്സ് കപ്പ്. റോവേഴ്സ് കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫുട്ബോളാണ്. ഓക്കെ കേട്ടോ, നമ്മുടെ ആനുവലി ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് ഇത് റോവേഴ്സ് കപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സെക്കൻഡ് ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ്, ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏതാ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ഡൂറൻഡ് കപ്പാണല്ലേ. ഡൂറൻഡ് കപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ടൂർണമെൻറ്റ് അല്ലെ, ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഡൂറൻഡാണ്. ഡൂറൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. 1888 ഡൂറൻഡ് കപ്പ് ആദ്യമായി നടക്കും നമ്മുടെ ഷിംലയിൽ വെച്ചായിരുന്നു ആദ്യത്തെ ഡൂറൻഡ് കപ്പിൻ്റെ ടൂർണമെൻറ്റ് നടന്നത്. ഷിംലയിൽ വെച്ച് 1888. ഓക്കെ, സോ ആണ് ഏറ്റവും പഴക്കം ചെന്ന. അത് കഴിഞ്ഞാൽ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഇത് നമ്മുടെ ഈ റോവേഴ്സ് കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ റോവേഴ്സ് കപ്പ് ഏതാണ്? ഫുട്ബോളാണ്. ഫുട്ബോൾ നോട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ചിലപ്പോൾ ഈ വരുന്ന NDPC എക്സാമിന് ഈ ഉറപ്പായിട്ടും കപ്പ് സ്പോർട്സ് റിലേറ്റഡ് ഈ ട്രോഫി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഉറപ്പായിട്ടും നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കപ്പാണ് റോവേഴ്സ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദി ഫോളോയിങ് നാഷണൽ സ്പോർട്സ് ഇവന്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ക്രിക്കറ്റ്? ഓക്കെ, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് വരാത്ത ടൂർണമെന്റ് ഏതെന്നാണ് ചോദ്യം. സോ ഡിയോഡാർ, വിജയ് ഹസാരെ, ഡൂറൻഡ്, രഞ്ജിയസ്. നമ്മൾ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ ഡൂറൻഡ് കപ്പ് അല്ലേ. ഡൂറൻഡ് കപ്പ് എന്തായിരുന്നു? ഒരു ഫുട്ബോൾ ടൂർണമെന്റ്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇത് ഡൂറൻഡ് കപ്പ്. സോ അത് ഫുട്ബോളാണ്. ബാക്കി 3 ക്രിക്കറ്റാണ്. അപ്പോൾ അത് ക്രിക്കറ്റിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട 3 ട്രോഫികൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കിട്ടി. ഒന്ന് ഡിയോഡാർ ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, അതുപോലെ നമ്മുടെ രഞ്ജി ട്രോഫി. എന്താ ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട നാഷണൽ ക്രിക്കറ്റ് സ്പോർട്സുകളാണ്, ക്രിക്കറ്റ് ഇവന്റുകളാണ്. ഏതൊക്കെ? ഡിയോഡാർ, വിജയ് ഹസാരെ, അതുപോലെ തന്നെ രഞ്ജി ട്രോഫി എന്താ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ടൂർണമെന്റുകളാണ്. ഓക്കെ, സോ ഡൂറൻഡ് കപ്പ് ഫുട്ബോൾ ആണ് അല്ലേ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം: വിത്ത് വിച്ച് സ്പോർട്ട് ഈസ് സന്തോഷ് ട്രോഫി അസോസിയേറ്റഡ്? സന്തോഷ് ട്രോഫി നമുക്കറിയാം, ക്രിക്കറ്റ് രഞ്ജി ട്രോഫി പോലെ തന്നെ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് ഏതാണ്? സന്തോഷ് ട്രോഫി ഈസ് റിലേറ്റഡ് ടു ഫുട്ബോൾ ആണല്ലേ. ക്രിക്കറ്റ് രഞ്ജി ആണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട നാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇത് സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് അല്ലേ. സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഫുട്ബോൾ ടൂർണമെന്റ്, നമ്മുടെ പ്രധാനപ്പെട്ട ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇത് സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത്. സന്തോഷ് ട്രോഫി ഏതാണ്? സന്തോഷ് ട്രോഫി ഫുട്ബോളാണ്. ഫുട്ബോൾ കഴിഞ്ഞ NDPCക്കും ഗ്രൂപ്പ് ഡിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രൂപ്പ് ഡിക്കും NDPCക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു സന്തോഷ് ട്രോഫി എന്ത് ടൂർണമെന്റ് ആണ്? ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സന്തോഷ് ട്രോഫി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം: വിത്ത് വിച്ച് സ്പോർട്ട് ഈസ് ഓക്കെ, നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്താണല്ലോ റോവേഴ്സ് കപ്പ് നമുക്കറിയാം. റോവേഴ്സ് കപ്പ് ഫുട്ബോളാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. യെസ്, അടുത്ത ലേഡി രത്തൻ ടാറ്റ ട്രോഫി is associated with which sport? Okay, ലേഡി രത്തൻ ടാറ്റ ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വുമൺ ഹോക്കി ടൂർണമെന്റ് ആണ് കേട്ടോ. അതും പ്രത്യേകം നോട്ട് ചെയ്യണം, വുമൺ ഹോക്കിയാണ് കേട്ടോ. വുമൺ ഹോക്കി ടൂർണമെന്റ് ആണ് നമ്മുടെ ഈ ലേഡി രത്തൻ ടാറ്റ ട്രോഫി എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഹോക്കി ടൂർണമെന്റ് ആണ്, അതും സ്ത്രീകൾ കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോക്കി ടൂർണമെന്റ് ആണ് ഇത് ലേഡി രത്തൻ ടാറ്റ ട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് ടൂർണമെന്റ് ആണ്? ഹോക്കി. ഓപ്ഷൻ എ ഹോക്കിയാണ് ആൻസർ. അതും സ്ത്രീകൾ കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോക്കി ടൂർണമെന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ.
അടുത്ത ചോദ്യം, ബെൻഡോട്കർ ട്രോഫി ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്? ഓക്കെ, നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആണ് ഇത്. ഞാനും ഇതുവരെ മുമ്പ് ഒരു വട്ടം മാത്രമേ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ടുള്ളൂ. അതാണ് ഇത് ബെൻഡോട്കർ ട്രോഫി. ബെൻഡോട്കർ ട്രോഫി ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ്? കഴിഞ്ഞ NTPCയിൽ ടയർ 2 ചോദിച്ചൊരു ചോദ്യമായിരുന്നു ബെൻഡോട്കർ ട്രോഫി. ബെൻഡോട്കർ ട്രോഫി എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് കേട്ടോ. എവിടെയാണ്? ഫുട്ബോൾ ആണ്. ഇത് ഗോവയിൽ നടക്കുന്ന ഒരു പ്രധാന ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ്. ഇവിടെയാണ് ഗോവ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ടൂർണമെൻ്റ് ആണ് ബെൻഡോട്കർ ട്രോഫി. ഇത് നമ്മുടെ ഗോവയിലെ മുഖ്യമന്ത്രിയായിരുന്ന ദയാനന്ദ് ബെൻഡോട്കറിൻ്റെ സ്മരണാർത്ഥമാണ് ഇവർ ഈ ടൂർണമെന്റ് നടത്തുന്നത് കേട്ടോ. ഗോവയുടെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ആര്? നമ്മുടെ ദയാനന്ദ് ബെൻഡോട്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ പറയുന്ന ബെൻഡോട്കർ ട്രോഫി, ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇത് ബെൻഡോട്കർ ട്രോഫി എന്ന് പറയുന്നത്. സോ നോട്ട് ചെയ്യുക, ഈ വർഷം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം ബെൻഡോട്കർ ട്രോഫി. ദെൻ അടുത്ത സ്ലൈഡ് പോയാലോ. അടുത്ത ചോദ്യം, നിക്സാൻ ഗോൾഡ് കപ്പ് ഏത് ഇവന്റുമായി ബന്ധപ്പെട്ടതാണ് നിക്സാൻ ഗോൾഡ് കപ്പ് എന്ന് പറയുന്നത്? നിക്സാൻ ഗോൾഡ് കപ്പ്, സോ ഇത് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. വീണ്ടും ഫുട്ബോൾ ആണ്, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് നിക്സാൻ ഗോൾഡ് കപ്പ് എന്ന്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ കുറച്ച് ഫുട്ബോൾ ടൂർണമെന്റുകൾ കണ്ടല്ലേ. ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മുടെ സന്തോഷ് ട്രോഫി അല്ലേ, അതുപോലെ നമ്മുടെ ഡൂറൻഡ് കപ്പ് അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഏതായിരുന്നു ഇപ്പം നമ്മുടെ നിക്സാൻ ഗോൾഡ് കപ്പ് അല്ലെ, റോവേഴ്സ് കപ്പ് അല്ലെ, അങ്ങനെ കുറച്ച് നമ്മളിപ്പോൾ തന്നെ ഏകദേശം കുറച്ച് ഫുട്ബോൾ ടൂർണമെന്റുകൾ എന്ത് ചെയ്തു? പഠിച്ചു വെച്ചു. സോ അതിൽ കൂട്ടത്തിലേക്ക് ഇതാ പഠിച്ചു വെച്ചു. നിക്സാൻ ഗോൾഡ് കപ്പ് എന്ത് ടൂർണമെന്റ് ആണ്? ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇത് നിക്സാൻ ഗോൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പോർട്സ് ഈസ് ഇസ്ര കപ്പ് അസോസിയേറ്റഡ്? ഇസ്ര കപ്പ്. ഓക്കെ, ഇസ്ര കപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് ഇത് ഇസ്ര കപ്പ് എന്ന് പറയുന്നത്. ഇസ്ര കപ്പ് ഇസ് റിലേറ്റഡ് ടു പോളോയാണ്. ഒരു പോളോ ടൂർണമെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പോളോ ടൂർണമെന്റ് ആണ് ഇത് ഇസ്ര കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇസ്ര കപ്പ് പോളോ കേട്ടോ. ഒരു പോളോ ടൂർണമെന്റ് ആണ് ഇത് ഇസ്ര കപ്പ് എന്ന് പറയുന്നത്. ഇസ്ര കപ്പ് പോളോ. ഇതിന് മുമ്പ് വേറൊരു എക്സാമിനും ഈ കപ്പിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇസ്ര കപ്പ് കേട്ടോ. സോ ഇസ്ര കപ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു പോളോ ടൂർണമെന്റ് ആണ് ഇത് ഇസ്ര കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെച്ചു. ഇത് ഇസ്ര കപ്പ് രൂപീകരിച്ച വർഷം ഇത് 1880-ലാണ് ഇസ്ര കപ്പ് രൂപീകരിച്ചത്. കാരണം ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പോളോ ടൂർണമെന്റ് കൂടിയാണ് ഇത് ഇസ്ര കപ്പ് എന്ന് പറയുന്നത്. സോ അതിന്റെ വർഷം നോട്ട് ചെയ്ത് വെച്ചു. 1880-ലാണ് ഇസ്ര കപ്പ് എന്ത് ചെയ്യുന്നത്? ഫൗണ്ട് ചെയ്തത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഊബർ കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത്? കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ചുള്ള ഒരു പ്രധാന ചോദ്യമായിരുന്നു ഈ ഊബർ കപ്പ് എന്ന് പറയുന്നത്. ഊബർ കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു ടൂർണമെന്റ് ആണ്. എന്ത് ടൂർണമെന്റ് എന്നറിയോ? ഇതൊരു വുമൺസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ്. എന്ത് ടൂർണമെന്റ് ആണ്? വുമൺസ് ബാഡ്മിന്റൺ കേട്ടാ. നമ്മുടെ മെയിൻലി 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന 2 ടൂർണമെന്റുകളാണ് കേട്ടോ. 2 വർഷം, അത് 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന 2 ബാഡ്മിന്റൺ ടൂർണമെന്റുകളാണ്. ഒന്ന് ഊബർ കപ്പും മറ്റൊന്ന് തോമസ് കപ്പും. ഇനിയൊരു കപ്പാണ് തോമസ്. ഇത് ബാഡ്മിന്റൺ വേൾഡ് കപ്പ് എന്നാണ് ഈ 2 ടൂർണമെന്റും അറിയുന്നത്, തോമസും ഊബറും. ഇതിൽ ഊബർ കപ്പ് കളിക്കുന്നത് വുമൺസും, തോമസ് ഒരു പുരുഷന്റെ പേരല്ലേ. സോ മെൻസ് ബാഡ്മിന്റൺ ആണ് തോമസ് കപ്പ്. ഇത് എത്ര വർഷം കൂടുമ്പോഴാണ്? 2 വർഷം. ഇതൊരു മുമ്പ് ഒരിക്കൽ എക്സാം ചോദിച്ചിട്ടുണ്ട്, എത്ര വർഷം കൂടുമ്പോഴാണ് തോമസ് ഊബർ കപ്പ് നടക്കുന്നത്? 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന ടൂർണമെന്റുകളാണ് തോമസും ഊബറും. അല്ലെ, തോമസ് കപ്പ് എന്ന് പറഞ്ഞാൽ മെൻസ് ബാഡ്മിന്റണും ഊബർ കപ്പ് എന്ന് പറഞ്ഞാൽ വുമൺസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് ഏത്? ഊബർ കപ്പ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേറ്റ് പോയാലോ. വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് ഹോക്കി ടൂർണമെന്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോക്കി ടൂർണമെന്റ് ഏതെന്നാണ് ചോദ്യം. സോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോക്കി ടൂർണമെന്റ് എന്ന് പറയുന്നത് ബെയ്ട്ടൺ കപ്പാണ് കേട്ടോ. ബെയ്ട്ടൺ കപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോക്കി. നമ്മൾ നേരത്തെ ഫുട്ബോൾ ടൂർണമെന്റ് കണ്ടു അല്ലേ. ഫുട്ബോൾ ആയിരുന്നു ആര്? ഡൂറൻഡ് കപ്പ്. ഹോക്കി ടൂർണമെന്റ് ചോദിച്ചാൽ ബെയ്ട്ടൺ കപ്പാണ്. ബെയ്ട്ടൺ കപ്പ് ഫോം ചെയ്ത വർഷം 1895 നോട്ട് ചെയ്ത് വെക്കുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും കേട്ടോ. ഏത് വർഷമാണ് ബെയ്ട്ടൺ കപ്പ്? കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഹോക്കി ടൂർണമെന്റ്
1895 1895 ബൈട്ടൺ കപ്പ് തുടങ്ങിയത്. സോ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഹോക്കി ടൂർണമെന്റ് ആണ് ഇത് ബൈട്ടൺ കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലിപ്പോൾ ഈ രംഗസ്വാമി കപ്പ്, രാമസ്വാമി ആണോ രംഗസ്വാമി എന്നൊരു കപ്പുണ്ട് കേട്ടോ, രംഗസ്വാമി കപ്പ് ഒരു ഹോക്കി ടൂർണമെന്റ് ആണ് ഇത് രംഗസ്വാമി കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഹോക്കി ടൂർണമെന്റ് ഞാൻ പറഞ്ഞുതരാം, എക്സാമിൻ പോയിന്റിൽ ചോദിക്കുന്നു. അതിലൊന്നാണ് അഗാഖാൻ കപ്പ് കേട്ടോ. പ്രധാനപ്പെട്ട 1-2 ഹോക്കി ടൂർണമെന്റ് പറഞ്ഞുതരാം. അതിൽ ഏറ്റവും പ്രധാനമാണ് അഗാഖാൻ കപ്പ്. പിന്നെ അതുപോലെ തന്നെയാണ് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൂർണമെന്റ് ആണ്. ഇത് എവിടെ നടക്കുന്നത് അറിയോ? ഇത് മലേഷ്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോക്കി ടൂർണമെന്റ് ആണ് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്ന് പറയുന്നത്. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഏത് രാജ്യമാണ് സുൽത്താൻ അസ്ലാൻ ഷാ ഹോക്കി ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്? മലേഷ്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോക്കി ടൂർണമെന്റ് ആണ് ഇത് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്ന് പറയുന്നത്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എവിടെയാണ്? മലേഷ്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ്. സോ ഇത് നോക്കി വെച്ചുക, എക്സാം പോയിന്റ് ഓഫ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഹോക്കി ടൂർണമെന്റുകളാണ് കേട്ടോ. അതായത് അഗാഖാൻ കപ്പ്, സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് കേട്ടാ. അതുപോലെ അതുപോലെ രംഗസ്വാമി ഹോക്കി ടൂർണമെന്റ്, രംഗസ്വാമി കപ്പ് കേട്ടാ. സോ ഇതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹോക്കി ടൂർണമെന്റ്. ഇതിൽ മലേഷ്യ നടക്കുന്ന ടൂർണമെന്റ് ആണ് ഇത് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഹോക്കി ടൂർണമെന്റുകളാണ്. ഓക്കെ, ഇതിനടുത്ത കപ്പാണ് ഡേവിസ് കപ്പ്. ഏതുമായി ബന്ധപ്പെട്ടതാണ് ഡേവിസ് കപ്പ്? ഓക്കെ, ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടെന്നീസ് ടൂർണമെന്റ്, ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ഇത് ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഡേവിസ് കപ്പ് നടക്കുന്ന ഏതാണ്? ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ഇത് ഡേവിസ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റ് കേട്ടോ. ഒരു ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റ് ആണ് ഏത് ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർനാഷണലി നടക്കുന്ന ഒരു ടെന്നീസ് ടൂർണമെന്റ്, ഇന്ത്യയിലെന്നല്ല, ഇന്റർനാഷണൽ കേട്ടോ, നാഷണൽ അല്ല കേട്ടോ. ഇന്റർനാഷണൽ ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ഏത് നാഷണൽ അല്ല, ഇന്റർനാഷണൽ ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ് എന്ന് പറയുന്നത്. സോ ടെന്നീസ് ആണ് ഏത് ഡേവിസ് കപ്പും ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്റർനാഷണൽ നടക്കുന്ന ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് കപ്പുകൾ കഴിഞ്ഞ NDPSC എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടൂർണമെന്റുകൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് സോ ഈ വർഷവും NDPSC എക്സാമിൽ നമുക്ക് ഇതുപോലുള്ള പാറ്റേൺ, അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള കപ്പുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. കിട്ടിയാൽ നമുക്ക് 2 മാർക്കായി കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊന്ന് പോയാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് മിനിറ്റ് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ടോപ്പിക്കാണ് ഈ ടൂർണമെന്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലത്തുള്ള ടൂർണമെന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, സോ ഞാൻ ഇതുപോലൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.